കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു റീക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുകളാണ്. എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റുകൾ നമുക്കിന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കാം. അതും ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നെയിം സ്ലിപ്പുകൾ. ഇത് ചെയ്യാൻ നല്ലപോലെ വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരാവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ട് അതിന് പറ്റിയ പോലത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് മോട്ടീഫുകളാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാൽ വരച്ചു കഴിയുമ്പോഴോ ഭയങ്കര ക്യൂട്ടായിട്ടും ഈസ്തറ്റിക്കായിട്ടും തോന്നും. ഇത് കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് പൂക്കളും ഇലകളും കൂടെ വെച്ച് എന്ത് ക്യൂട്ടായിട്ടായി നെയിം സ്ലിപ്പ് വരച്ചു വന്നേന്ന് നോക്കിക്കേ. അതിൻ്റെ കൂടെ കുറച്ച് ഡോട്ടഡ് ലൈൻസോടെ കൊടുത്താൽ പൂർത്തിയായി. ഇനി രണ്ടാമത്തേതാണല്ലോ ഈ ലീഫുകൾ. എന്ത് എളുപ്പമാണ് വരയ്ക്കാൻ. ആ ഇലകൾ വരച്ചിട്ട് അതിനകത്തോടെ 2 വര എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പോഴേ നമ്മുടെ സാധനം റെഡി ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ക്യൂട്ട് ബെയറിനെ വരയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതാണെങ്കിലും ചെറിയ 2 സർക്കിൾസ് വെച്ച് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കൈയും കാലും ഒന്നും എക്സ്ട്രാ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നില്ല. പക്ഷെ ഇത് കണ്ട ബെയറായിട്ട് തോന്നുകയും ചെയ്യും. മുമ്പിലത്തെ പോലെ തന്നെ ഡോട്ടഡ് ലൈൻസ് ഞാൻ ഇതിലും കൊടുത്തിട്ടുണ്ടേ. ഇനി ഈ ലാസ്റ്റിലത്തേത് കുറച്ച് ട്യൂലിപ്പുകളാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ വലിയ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ട്യൂലിപ്പ് വരയ്ക്കണ്ടല്ലോ, നമുക്ക് ക്യൂട്ടായിട്ടുള്ള ട്യൂലിപ്പ് വരച്ചാൽ പോരെ. അതുകൊണ്ടാണ് 2 ഇലയും കണ്ട് കുഞ്ഞു പൂക്കൾ പോലെ തോന്നുന്ന ട്യൂലിപ്സ് വരയ്ക്കുന്നത്. അത് 3 എണ്ണം വരച്ചാൽ നമ്മുടെ സാധനം അപ്പോഴേ റെഡി. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് അല്ലാത്ത ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ ഒരു വരയും കൂടെ കൊടുക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗം കൂടെ ഫില്ല് ചെയ്താൽ നമ്മുടെ സാധനം റെഡി. ഇപ്പോൾ നെയിമും ക്ലാസ്സും സബ്ജക്റ്റോ ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ എസ്തെറ്റിക്കായിട്ട് ഒരു നെയിം സ്ലിപ്പ് ഇരുന്ന എന്തായാലും കാണുന്നവരൊക്കെ ചോദിക്കും ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന്. അപ്പോൾ റെഡിയല്ലേ നിങ്ങളും ചെയ്യാൻ? അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സ്കൂളിലെയും കോളേജിലെയും ഒരു മെയിൻ ഐറ്റമാണ് ഈ ടൈം ടേബിൾ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൈം ടേബിൾ എവിടെ എഴുതിക്കൊണ്ടിരുന്നതെന്നറിയാവോ? റഫ് ബുക്കിൻ്റെ ലാസ്റ്റ് പേജായിരുന്നു ടൈം ടേബിൾ. ഭയങ്കര ഭംഗിയൊക്കെ വരുത്തിയിട്ട് എഴുതുമായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ബുക്ക് തപ്പലാണ്. അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് വന്നേക്കുന്നത്. ഇതിനകത്തിപ്പം ഞാൻ ചെറിയൊരു ബോഹോ സ്റ്റൈലിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും പൊളഞ്ഞും കുറച്ച് സാധനങ്ങൾ വരയ്ക്കാം. അതിനകത്ത് കളർ ചെയ്യുന്നത് മിക്കവാറും ബ്രൗണിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കളർ ചെയ്യണം. ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഔട്ട്ലൈൻ കൊടുക്കണ്ട. അതും അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എല്ലാം ചാടി പോകുന്ന പോലത്തെ രീതിയിലുള്ള ഔട്ട്ലൈൻ കൊടുക്കണം. കുറച്ച് ഇലകൾ ഇതിനകത്തൂടെ വരച്ചു കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞ കാണാതെ പോക്കലില്ലേ, അതൊന്ന് സോൾവ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാനിവിടെ നോക്കുന്നത്. ഞാനിതിനെ ഒരു ബുക്ക് മാർക്ക് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാനിപ്പോൾ ഈ ഹോൾ കൊടുത്തത്. 2 റിബണാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇടാം. ഇതെന്തിനാന്ന് വെച്ചാൽ ബുക്ക് മാർക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പം ഏത് ബുക്കിൻ്റെ വേണേലും ഇടയിൽ വെക്കാം. എവിടെ വെച്ചാലും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഏത് ബുക്കായാലും എന്താ ഇപ്രാവശ്യത്തെ ടൈം ടേബിൾ ഇങ്ങനത്തെ ബുക്ക് മാർക്ക് ഐഡിയയിൽ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യൂട്ടായിട്ടൊരു മിനി നോട്ട് പാഡ് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഒരു കളർ പേപ്പർ എടുത്തേക്കുന്നത്. ഞാനിതൊരു ക്യൂട്ട്നെസ് ഇച്ചിരി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കളർ പേപ്പർ എടുത്തേ. ആ A4 പേപ്പറിൽ കാണിക്കുന്ന പോലെ 4ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒന്ന് നടുഭാഗവും മറ്റേ പീസിൻ്റെ 2 അറ്റവും കൂടെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കണ്ടേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ അറ്റം കട്ട് ചെയ്ത ഭാഗമേ ഒന്ന് മടക്കിയിട്ട് ഈ കാണിക്കുന്ന പോലെ ഇതിൻ്റെ അകത്തൂടെ കയറ്റി അപ്പുറത്തൂടെ ഇങ്ങനെ ഇറക്കണം. ഇനി കുറച്ച് എസ്തെറ്റിക് കൂട്ടാൻ വേണ്ടി ഞാൻ 2 സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇക്വേഷൻസോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റോ അങ്ങനെ എഴുതണമെന്ന് വരുമ്പോൾ ഈ സാധനം എടുത്ത് അങ്ങ് വീശിക്കണം ക്ലാസ്സിൽ. ഇനിയാണ് നമുക്ക് കുറച്ച് ഫ്രണ്ട് പേജസ് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും ചെയ്തിട്ടില്ല. മനസ്സിൽ വന്ന കുറച്ച് സബ്ജക്ട്സ് ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബയോളജിയുടെയാണ് ചെയ്യുന്നത്. ബയോളജി ആകുമ്പം കുറച്ച് ഇലയും പൂവും കാടും കുറച്ച് DNA ഒക്കെ ആവാമല്ലോ. ഇത് നടുക്ക് വെച്ചത് അമീബ പോലെ ഉണ്ടെന്നാ തോന്നുന്നത് അല്ലേ. പിന്നെ മുമ്പേ ചെയ്ത പോലെ തന്നെ ആ ഇലയ്ക്കകത്ത് 2-3 വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താൽ എസ്തെറ്റിക് ആയില്ലേ. ഇനി അറ്റത്ത് വരച്ച DNA ഒന്ന് വൃത്തിയാക്കണം. ഇനി അതുകൂടെ സെറ്റായ സ്ഥിതിക്ക് ഇനി ഇപ്പം അടുത്ത പരിപാടി എന്നറിയാവോ? ആ DNAയുടെ അറ്റത്തൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. ഇനി ആ കട്ടിങ് കൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഇത് കുളവാക്കാനുണ്ട്. എന്നാൽ പിന്നെ ആ നടുക്കത്തെ അമീബ പോലത്തെ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പ് നമുക്കൊന്ന് ഇച്ചിരി കൂടെ കുളവാക്കാം. പല 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 ഗ്രീനുകൾ കൊടുത്ത് ഞാനിത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ആവോ? അടുത്ത സബ്ജക്റ്റ് ഏതാ എഴുതാൻ പോകുന്നതെന്ന് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ചുണ്ടൻ വെള്ളമൊക്കെ വന്ന സ്ഥിതിക്ക് മലയാളമാണെന്നുള്ളത് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ. ഇതിനകത്ത് ഞാൻ അധികം കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഔട്ട്ലൈൻ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൻ്റെ തിരമാലകളൊക്കെ ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്ത് ചെയ്തപ്പോൾ ഒരു ഭംഗി. പിന്നെ അതിനകത്ത് നമ്മൾ മലയാളം എന്ന് ഒരു സ്കെച്ച് ഇട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതിന് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ ഇങ്ങനെ ഷാഡോ പോലെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വെള്ളത്തിനെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അതിനകത്തും ഞാൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേള് ഭാഗം കുറച്ച് വേക്കൻ്റ് ആയി കിടക്കുന്നു തോന്നിയോണ്ടാണ് ഞാൻ ഈ ക്ലൗഡ്സ് കൂടെ വരച്ചെടുത്തത്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി.
അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ചെയ്തതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കെമിസ്ട്രിയാണേ. മൊത്തത്തിലൊരു പിങ്ക് മയവും വന്നിട്ടുണ്ട് ഇതിനതുകൊണ്ട്. പിന്നെ ഇതിന് ചുറ്റും കുറച്ച് കെമിസ്ട്രിയുടെ എലമെന്റ്സാണ് വരച്ചു കൊടുക്കുന്നത്. എല്ലാം കുറച്ച് ഔട്ട്ലൈൻ ഒക്കെ ആയിട്ടേ വരച്ചു കൊടുക്കുന്നുള്ളൂ, വലിയ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇതിനെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു പിങ്ക് മയം അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. കെമിസ്ട്രിയോടുള്ള സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ ഏതായാലും കുറച്ച് ഹൃദയവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ. വലിയ ഹൃദയവും കുഞ്ഞു ഹൃദയവും എല്ലാ തരത്തിലുള്ള ഹൃദയങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പിങ്ക് മയത്തിലിരിക്കുന്ന എൻ്റെ കെമിസ്ട്രി ഫ്രണ്ട് പേജ് എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ഞാനിപ്പോൾ ഒരു കാലിഗ്രഫി സ്റ്റൈലിൽ എഴുതുന്നത് ബ്രഷ് പെൻ വെച്ചിട്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് ബ്രഷ് പെൻ വെച്ചൊന്നും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ സ്കെച്ച് പെൻ വെച്ച് എഴുതിയിട്ട് ഇതുപോലെ സൈഡ് നമുക്ക് തിക്കായിട്ട് എടുത്താലും മതി. മാത്സ് എന്ന് മാത്രം എഴുതിയ ഒരു ഭംഗിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ മുഴുവനെ മാത്തമാറ്റിക്സ് എന്ന് ഞാൻ എഴുതിയത് കേട്ടോ. പിന്നെ അതിനും ഈ പറഞ്ഞ പോലെ ചുറ്റും കുറച്ച് മാത്സിന്റെ എലമെന്റ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ സാധാരണ പേജ് എഴുതുന്നല്ലോ കേട്ടോ ഞാൻ എഴുതിയത്, തിരിച്ചങ്ങ് എഴുതി. ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? അങ്ങനെ നമ്മുടെ എല്ലാ പേജസും റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ കണ്ടു നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊത്തം ക്രാഫ്റ്റുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ലോങ് വീഡിയോ വരുന്നത് വരെ ബൈ.